ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. NVIDIA RTX 3050 Ti GPU Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ CL സ്കോർ വരുന്നത് 60559 ആണ്. OnePlus വാച്ചിൽ IP68 റേറ്റിംഗ് വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ സ്വിമ്മിംഗ് മോഡ്, സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സും വരും. ഈ വാച്ചിൽ ഗൂഗിളിലെ വിയറോസ് സോഫ്റ്റ്വെയർ ആയിരിക്കില്ല വരിക, RTOS സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക എന്നുള്ള കാര്യം പീറ്റ് ലോ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ മാർച്ച് 23 ഈ വാച്ച് ലോഞ്ച് ചെയ്യുന്നത്. ഡിസ്കോഡ് അവരുടെ ക്ലബ് ഹൗസ് പോലുള്ള വെർഷൻ കൊണ്ടുവരുന്നു എന്നാണ് റിപ്പോർട്ട്. സെൻഹൈസർ IE300 ഇൻ ഇയർ ഹെഡ്ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഊരിയെടുക്കാൻ പറ്റിയിട്ടുള്ള 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 29,990 രൂപയാണ്. എയർടെൽ 2021 ജനുവരിയിൽ ജിയോയേക്കാൾ 300% കൂടുതൽ വയർലെസ് സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ട്രായ് ആണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ക്രോം 18 ഡെസ്ക്ടോപ്പ് ലൈവ് ക്യാപ്ഷൻ ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ടിക്ടോക്കിൽ ഗ്രൂപ്പ് ചാറ്റ് ഫീച്ചർ ഇക്കൊല്ലം എത്തിയേക്കാം എന്നാണ് റിപ്പോർട്ട്. സാംസങ് ഗാലക്സി വാച്ച് 4ൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബസ്സിലും സാംസങ് വാച്ച് ആക്റ്റീവ് 4ൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത ബസ്സിലും വരുമെന്നാണ് റിപ്പോർട്ട്. ഈ സ്മാർട്ട് വാച്ചുകളിൽ വിയറോസ് സോഫ്റ്റ്വെയർ വരാനാണ് സാധ്യത. ജോ ബൈഡൻ, ബറാക് ഒബാമ, എലൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ജെഫ് ബെസോസ് അടക്കമുള്ളവരുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തതിന് 18കാരന് 3 വർഷത്തെ ജുവനൈൽ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഗൂഗിൾ ലെൻസിൽ ഗാലറി മോഡ് എന്ന ഫീച്ചർ എത്തിയിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10ൽ സിസ്റ്റം ക്രാഷ് ഉണ്ടാക്കുന്ന പ്രിന്റർ ഇഷ്യൂ അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളും ഗൂഗിളും ചെറിയ ഡെവലപ്പേഴ്സിനെ സഹായിക്കാൻ അവരുടെ ആപ്പ് സ്റ്റോറുകളിൽ പുതിയ പോളിസി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവഴി ആപ്പിളിന് 2.7%, ഗൂഗിളിന് 5% മാത്രമേ വരുമാനത്തിൽ കുറവ് വരൂ എന്നാണ് റിപ്പോർട്ട്. ഗോപ്രോ ക്വിക്ക് ആപ്പിൽ പുതിയ വീഡിയോ എഡിറ്റിംഗ് ടൂൾ എത്തിയിരിക്കുകയാണ്. ഇന്റൽ കോർ i9-11900K എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അടക്കമുള്ള ഇന്റൽ 11th ജനറേഷൻ റോക്കറ്റ് ലേക്ക് ഡെസ്ക്ടോപ്പ് CPU ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വിവോ V17 എന്ന ഫോണിലെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS 11 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ചൈനീസ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറിൽ നിന്നും UC ബ്രൗസർ ആപ്പ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അൺക്വാളിഫൈഡ് മെഡിക്കൽ അഡ്വർടൈസ്മെന്റ് കാരണമാണിത്. റഷ്യയിൽ ട്വിറ്ററിൽ നിന്നും ബാൻഡ് കണ്ടൻസ് റിമൂവ് ചെയ്യാൻ 1 മാസം സമയം കൊടുത്തിരിക്കുകയാണ്. റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ട്വിറ്റർ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. ആൻഡ്രോയിഡ് TVയിൽ ജിയോ പേജസ് എന്ന വെബ് ബ്രൗസർ എത്തിയിരിക്കുകയാണ്. ഇതിൽ 8 ഇന്ത്യൻ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡെഡിക്കേറ്റഡ് വീഡിയോ സെക്ഷനും PDF റീഡറും വരും. ലൈൻ മെസ്സഞ്ചർ ആപ്പ് ജപ്പാൻ യൂസേഴ്സിന്റെ ഡാറ്റ സമ്മതമില്ലാതെ ചൈനീസ് എഞ്ചിനീയേഴ്സിനെ ആക്സസ് ചെയ്യാൻ സമ്മതിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അണ്ടറേജ് കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാം തടയാൻ പോകുന്നു. പിന്നെ അഡൽട്ട് യൂസേഴ്സ് യങ് യൂസേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നതും ബ്ലോക്ക് ചെയ്യും. മിനി LED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ആപ്പിൾ iPad Pro 2021 തണ്ടർബോൾട്ട് പോർട്ടും പിന്നെ M1 ലെവലിൽ വരുന്ന പുതിയ ചിപ്പും ഏപ്രിലിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. Asus ROG Phone 5 എന്ന ഫോൺ ജെറി റിഗിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റിൽ ഫെയിൽ ആയിരിക്കുകയാണ്. OnePlus 9 സീരീസിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരുമെന്ന കാര്യം സ്നാപ്ഡ്രാഗൺ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ്രോയിഡ് 12 ഡെവലപ്പർ പ്രിവ്യൂ ടു ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ വിഡ്ജറ്റ് പിക്കർ, ബെറ്റർ ആയിട്ടുള്ള PIP മോഡ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. 2021 39% ഫോണുകളിലും AMOLED ഡിസ്പ്ലേ വരുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് ഡിസ്പ്ലേ അവരുടെ പുതിയ ഗെയിമിംഗ് ഡിസ്പ്ലേ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ബെസ്റ്റ് ഗെയിമിംഗ് ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഡിസ്പ്ലേ അവകാശപ്പെടുന്നത്. Asus ROG Phone 5 എന്ന ഫോണിൽ ഈ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗ്ലോബൽ ലെവലിൽ ചിപ്പ് ഷോർട്ടേജ് നേരിട്ടേക്കാമെന്ന് സാംസങ് പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ 2021 സെക്കൻഡ് ഹാഫിൽ 5G എത്തുമെന്ന് റിയൽമിയുടെ ഫ്രാൻസിസ് പറഞ്ഞിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ട്രായോട് 700 MHz ബാൻഡിന്റെ വില കുറയ്ക്കാൻ പറയും. കഴിഞ്ഞ ഓപ്ഷനിൽ 700 MHz ബാൻഡ് ആരും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 5Gയിൽ ഇമ്പോർട്ടൻ്റ് ആവും. ഐഫോണിന്റെ ലോയലിറ്റി കൂടിയിരിക്കുകയാണ്. 91.9% ആപ്പിൾ ഐഫോൺ യൂസേഴ്സും വീണ്ടും ഐഫോൺ മേടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സാംസങ് യൂസേഴ്സിന്റെ കാര്യത്തിൽ ഇത് 74%, ഗൂഗിളിന്റെ കാര്യത്തിൽ 65.2%, LGയുടെ കാര്യത്തിൽ 37.4%, പിന്നെ മോട്ടോറോളയുടെ കാര്യത്തിൽ 29%. റിയൽമി 6 Proയുടെ ഓപ്പൺ ബീറ്റ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. മോട്ടോറോള മോട്ടോ G20 എന്ന ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മോട്ടോ G4 സൈറ്റിൽ ഈ ഫോണിന് സിംഗിൾ കോറിൽ 1545 പോയിന്റും മൾട്ടി കോറിൽ 4775 ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഗീക്ബെഞ്ച് 5ൽ ഈ ഫോണിന് സിംഗിൾ കോറിൽ 378 പോയിന്റും മൾട്ടി കോറിൽ 1322 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന യൂണി SoC പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൻ്റെ 4GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിലെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക.
Iqoo 7, Iqoo Neo 5 എന്നീ ഫോണുകൾ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണുകൾ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. xiaomiയുടെ പുതിയൊരു ഫോൾഡിംഗ് ഫോൺ 10A ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വാർത്തയിൽ xiaomiയുടെ Mi Mix എന്ന ഫോൾഡബിൾ ഫോണിൻ്റെ ഇമേജ് പുറത്തു വന്നിട്ടുണ്ട്. സാംസങ് Z ഫോൾഡിലേതുപോലുള്ള ഇന്റേണൽ ഫോൾഡിംഗ് ഫോണാണിത്. പിന്നെ ഈ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. xiaomiയുടെ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. ഈ ഫോണിൽ Quad HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. AMOLED ഡിസ്പ്ലേ വരും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരും. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 50 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. ഇത് സോണി IMX 766ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ 48 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 48 മെഗാപിക്സലിലെ ടെലിഫോട്ടോ ലെൻസും വരും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 120x സൂമും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ 50x വീഡിയോ സൂമും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 1920 FPS ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് Mi Mix 4 എന്ന ഫോൺ ആയിരിക്കാനാണ് സാധ്യത. വിവോ Y72 5G എന്ന ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഫോൺ മാർച്ച് 22 തായ്ലാൻഡിൽ ലോഞ്ച് ചെയ്യും. 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരും. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ Dimensity 720 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. Mi 11 Lite എന്ന ഫോണിൻ്റെ പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ Mi 11 എന്ന ഫോണിലേതുപോലുള്ള ക്യാമറ മോഡ്യൂളാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൻ്റെ ബ്ലാക്ക്, പീച്ച്, പർപ്പിൾ എന്നീ കളർ വേരിയൻസ് വരുന്നതായിരിക്കും. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൻ്റെ 5G വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 775 എന്ന പ്രോസസ്സറും 4G വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറും വരുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 4250 mAh ബാറ്ററി വരുന്നതായിരിക്കും. ഹോണർ V40 ലൈറ്റ് ലക്ഷറി എഡിഷൻ എന്ന ഫോൺ മാർച്ച് 23 ചൈനയിൽ ലോഞ്ച് ചെയ്യും. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ Dimensity 800U എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 3800 mAh ബാറ്ററി വരും. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. സാംസങ് ഗാലക്സി Z Fold 2 എന്ന ഫോൺ ബ്ലാക്ക്, ബേഗ്, ഗ്രീന്, ലൈറ്റ് വയലറ്റ് എന്നീ കളറുകളിലും സാംസങ് Z Fold 3 എന്ന ഫോൺ ബ്ലാക്ക്, ഗ്രീന് എന്നീ കളറുകളിലും വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ സാംസങ് Z Fold 3 എന്ന ഫോൺ സ്പ്ലാഷ് പ്രൂഫ് ആയിരിക്കും. പക്ഷേ IP റേറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഫോണുകൾ 2021 തേർഡ് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. സാംസങ് ഇക്കൊല്ലം സാംസങ് നോട്ട് സീരീസ് ലോഞ്ച് ചെയ്യില്ല. എന്നാൽ 2022 നോട്ട് സീരീസ് തിരിച്ചു വരും. റെഡ്മി സ്മാർട്ട് TV X സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 4K HDR LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് TV 10 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 64-bit മീഡിയാടെക്കിൻ്റെ ക്വാഡ് കോർ പ്രോസസ്സർ വരുന്നുണ്ട്. 2GB റാമും 16GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. റെഡ്മി സ്മാർട്ട് TV X50യുടെ വില വരുന്നത് 32,999 രൂപയാണ്. റെഡ്മി സ്മാർട്ട് TV X60യുടെ വില വരുന്നത് 38,999 രൂപയാണ്. റെഡ്മി സ്മാർട്ട് TV X65ൻ്റെ വില വരുന്നത് 57,999 രൂപയാണ്. Mi 11 Proയുടെ ഫോണിൻ്റെ ബാക്കിൽ സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ക്യാമറ മോഡ്യൂളിൻ്റെ പാർട്ടിൻ്റെ ഇമേജ് ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഈ കാര്യം മനസ്സിലായത്. സാംസങ് S21 FE 2021 എന്ന ഫോൺ 2021 ഫോർത്ത് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ബ്ലാക്ക് ഷാർക്ക് 4 എന്ന ഫോണിൽ ഇംപ്രൂവ്ഡ് കൂളിംഗ് സിസ്റ്റം വരുമെന്നാണ് റിപ്പോർട്ട്. മാർച്ച് 23 ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരുന്നതായിരിക്കും. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഓപ്പോ A54 4G എന്ന ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 48 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. വിവോ X60 Pro എന്ന ഫോണിൻ്റെ ഗ്ലോബൽ വെർഷൻ NCC വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫോണിൻ്റെ ഇമേജ് കാണിക്കുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ചൈനയിൽ ഈ ഫോൺ ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.56 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക.
ഫോണിൻ്റെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. 4200 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. റെഡ്മി K40, റെഡ്മി K40 Pro Plus എന്നീ ഫോണുകൾ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഫോണുകളിലും ഫുൾ HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. രണ്ട് ഫോണുകളിലും ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരും. പിന്നെ റെഡ്മി K40യുടെ 12 GB റാം വെർഷനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. റെഡ്മി K40 Pro Plus എന്ന ഫോണിൻ്റെ 8 GB റാം വെർഷനാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരും. പിന്നെ റെഡ്മി K40 എന്ന ഫോണ് ഇന്ത്യയിൽ MI11X എന്ന പേരിലും റെഡ്മി K40 Pro Plus എന്ന ഫോണ് MI11X Pro എന്ന പേരിലും ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പോക്കോ X3 Pro എന്ന ഫോണിൽ ഗൊറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷൻ വരുമെന്ന് പോക്കോ ടീസ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 30-നാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 5200 mAh ബാറ്ററി വരും. Iqoo Z3 എന്ന ഫോൺ ഗൂഗിൾ പ്ലേ കൺസോളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരും. ഈ ഫോണിൻ്റെ 6 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോൺ ചൈനയിൽ ഇപ്പോൾ ടീസ് ചെയ്തിട്ടുണ്ട്. സാംസങ് A52, സാംസങ് A72 എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ സാംസങ് A52ൻ്റെ 4G വെർഷനും അതുപോലെ 5G വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 4G വെർഷനിൽ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G വെർഷനിൽ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും 4500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 4G വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറും 5G വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറുമാണ് വരുന്നത്. 4G വെർഷൻ്റെ വില വരുന്നത് €349 ആണ്, അതായത് ഏകദേശം 30,200 രൂപ. 5G വെർഷൻ്റെ വില വരുന്നത് €429 ആണ്, അതായത് ഏകദേശം 37,100 രൂപ. പിന്നെ സാംസങ് A72 എന്ന ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് €449 ആണ്, അതായത് ഏകദേശം 38,800 രൂപ. റിയൽമിയുടെ RMX 3031 എന്ന മോഡൽ നമ്പറിൽ വരുന്ന പുതിയൊരു ഫോൺ ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 975 പോയിന്റും മൾട്ടി കോറിൽ 3340 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 6 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഒരു ഫോൺ റിയൽമി X9 Pro എന്ന ഫോണോ അല്ലെങ്കിൽ റിയൽമി GT Neo എന്ന ഫോണോ അയക്കാം. റിയൽമി GT Neo എന്ന ഫോൺ മാർച്ച് 31-ന് ചൈനയിൽ ലോഞ്ച് ചെയ്യും. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ കേർവ്ഡ് ഡിസ്പ്ലേ വരാനാണ് സാധ്യത. 4400 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. റിയൽമി നാർസോ 30 4G അതുപോലെ റിയൽമി നാർസോ 30 5G എന്നീ ഫോണുകൾ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് റിയൽമി CEO മാധവ് സേത്ത് പറഞ്ഞിരിക്കുകയാണ്.